സ്പേസ് ഇല്ലെങ്കിൽ അവിടെ ഇരിക്കത്തില്ല എന്നുള്ള തീർച്ചയുള്ള കാര്യമാണ്. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് എല്ലാവരോടും. ഈവൻ മുഖ്യമന്ത്രിയോട് വരെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. എനിക്ക് മനസ്സിലായി, നൈസായിട്ട് എന്നെ സൈഡ് ലൈൻ ചെയ്ത് പോവുകയാണെന്നുള്ള സത്യം അതാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ സത്യം പറയും. ഞാൻ പാർട്ടി വർക്കിനെല്ലാം ചെല്ലണം, സംഘടനാ പ്രവർത്തനം. പക്ഷേ MLA ആയിരുന്ന പൊതുമണ്ഡലത്തിലേക്ക് ഞാൻ ചെല്ലണ്ട. മത്സരിക്കുകയാണെങ്കിൽ KN ബാലഗോപാലിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും സ്ത്രീകൾ പവർഫുൾ ആവണമെന്നേ ഞാൻ പറയുള്ളൂ. തൻ്റെ ഇടത്തോടെ ഇരിക്കണം. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണം. ഈ ബാലഗോപാൽ സാഹു ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു. ഞാൻ ഈ കോൺഗ്രസ്സിലേക്ക് ചേരുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നു. കാരണം നമ്മളെ അങ്ങനെ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ടൊരു പോകരുതെന്ന് പറയേണ്ട ഒരു മോശത്തരം എനിക്കത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അഫക്റ്റ് ചെയ്തു. ഈ പറഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2 പിണറായി സർക്കാരുകൾ ഭരിച്ച കേരളത്തിൽ അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലേ? പണിഞ്ഞുകൊണ്ടിരുന്നത് ഉദ്ഘാടനം ചെയ്ത് അതെല്ലാം റീലുകളാക്കി കുറേ ആൾക്കാരെ നിർത്തിയിട്ട് വിശ്വസിക്കാവുന്ന ഒരു ഫോട്ടോയും വയ്ക്കുക. ഇത് മനുഷ്യർ കാണും, ദൈവം കാണും. അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ഇവിടെ പഞ്ചായത്തുകൾ പോലും ഇല്ല, എല്ലാം UDF ആണ്. UDFൻ്റെ കോട്ടയായിരുന്നു ഇത്. അതിപ്പോൾ മാറി LDFൻ്റെ കോട്ടയായി മാറിയതിനകത്ത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾക്കറിയാൻ നല്ലൊരു പങ്കുണ്ടെന്ന്. പഴയ മാടമ്പിത്തരം പാടില്ല എന്നാണ് പഴയ പാർട്ടി എപ്പോഴും പറയുന്നത്. അടിമത്തം പാടില്ലെന്ന്. ആക്ച്വലി അവിടെയാണ് അടിമത്തവും, അവിടെയാണ് മാടമ്പിത്തരവും. കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോൾ ആദ്യം രാഷ്ട്രീയ കേരളം ആദ്യം ഓർക്കുന്ന 5 പേരുകളിൽ ഒന്നായിരിക്കും ഐഷ പോറ്റിയുടേത്. ഇന്ന് വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളതും കൊട്ടാരക്കരയുടെ അഭിമാനമായ ഐഷ പോറ്റിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. അതെ, ആദ്യം തന്നെ ഐഷ പോറ്റി എന്ന പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തേക്ക് മറുകണ്ഠം ചാടിയ രാഷ്ട്രീയ നേതാവ് എന്ന പേരിലാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തുകൊണ്ടായിരുന്നു ആ ചാട്ടം ഉണ്ടായത്? അതെന്താണെന്നറിയോ, ഞാൻ ഈ MLA ആയിട്ടൊരു 3 തവണ ഇരുന്നു. അപ്പുറത്തെ പാർട്ടിയിലിരുന്നു, സ്ഥാനാർത്ഥിയാക്കിയിരുന്നു, ജനങ്ങൾ ജയിപ്പിച്ചിരുന്നു. മനുഷ്യ സാധ്യമായതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ചെയ്തു. ഒരു സമയവും പാഴാക്കാതെ കിട്ടാവുന്ന മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ആക്കി. പുതിയ സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് എല്ലാ സ്ഥലത്തും എത്തി. മുഴുവൻ സ്ഥലത്തും അങ്ങനെ ജയിച്ചു കഴിഞ്ഞ് മന്ത്രിയായി വന്നപ്പോഴും ഈ മണ്ഡലത്തിൽ മുഴുവൻ കൂടെ പോയിട്ട് അവസാനിപ്പിച്ച വാക്കനാട് വരെ എത്തിച്ചേർന്നിട്ടാണ് ഞാൻ പിരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങനെ പോകുമ്പം പൊതുവായ പരിപാടികളൊക്കെ വരും. തയ്യാറാക്കി വെച്ചിരുന്ന ഒത്തിരി പദ്ധതികളുണ്ട്. ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കുറേ റോഡുകൾ ഉണ്ടായിരുന്നു, പണി നടന്നു തുടങ്ങിയിരുന്നത്. കുറേ കെട്ടിടങ്ങൾ പൂർത്തിയായതുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനങ്ങളും തറക്കല്ലിടിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സാധാരണ തൊട്ട് മുമ്പിരുന്ന MLA ഒന്ന് ക്ഷണിക്കലും ആ ഒരു പാർട്ടി പരിപാടി അല്ലാതെ ഈ പൊതുമണ്ഡലത്തിലിരുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളോട് പറയുന്ന സാമാന്യ മര്യാദ എന്നും ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊന്നും അത്ര കത്തിയില്ലെങ്കിൽ ഒരു വിഷമം തോന്നിയിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ നോട്ടീസ് വരാം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, എന്തേ വരാത്ത? ഐഷ പോറ്റി സാഹിബിനെ കണ്ടില്ലല്ലോ, നോട്ടീസിലും പേര് കണ്ടില്ലല്ലോ എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതിന് ചിലപ്പോൾ ഞാൻ MLA അല്ലാത്തതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിലും ഒരു ചെറിയ വിഷമം തോന്നിയെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു MLA അല്ലാത്തതുകൊണ്ടായി. അതങ്ങ് തുടർന്നു കൊണ്ടേയിരുന്നു. ഞാൻ പാർട്ടി വർക്കിനെല്ലാം ചെല്ലണം, സംഘടനാ പ്രവർത്തനം. പക്ഷേ MLA ആയിരുന്ന പൊതുമണ്ഡലത്തിലേക്ക് ഞാൻ ചെല്ലണ്ട. അതൊരു അജണ്ടയായിട്ട് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ വിദ്യാഭ്യാസ സമുച്ചയമൊക്കെ ഞാനിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതെല്ലാം ആയി കഴിഞ്ഞതാണ്. സബ് രജിസ്ട്രാർ ഓഫീസ്, പ്രിൻസിപ്പൽ സബ് രജിസ്ട്രാർ ഓഫീസ് ഇപ്പോൾ ഉദ്ഘാടനം, അത് ഞാനിരുന്നപ്പോൾ 3 കോടിയിലധികം രൂപ അനുവദിച്ചിരുന്ന. ഇതെല്ലാം പത്രങ്ങളിൽ വാർത്തയും വന്നതാണ്. അന്നിരിക്കുമ്പോഴേ ഈ പറയുന്ന സാധനങ്ങളെല്ലാം റോഡുകളുടെ ആയാലും ഒക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മളൊരാളല്ല അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്പേസ് അവിടെ ആവശ്യം. അപ്പം ഞാൻ കുറച്ചായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ ഒഴിയാനല്ലേ പറ്റും. അപ്പോൾ ഇനി കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയ അറ്റാക്ക് വരണ്ടെന്ന് വെച്ച് അന്ന് ബാലഗോപാൽ സാഹിബിൻ്റെ ഇലക്ഷന് പോയപ്പോൾ ആ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടെ വന്നൊരു തള്ളു വന്നപ്പം ഞാനങ്ങ് തെന്നി വീണായിരുന്നു. ഈ കാലിന് ഒരു പ്രശ്നം പറ്റിയായിരുന്നു. ചെരുപ്പൊക്കെ ഊരിപ്പോയി. ഭാഗ്യം കൊണ്ട് സൈഡിൽ പിടിച്ചുകൊണ്ട് വീണില്ല, ഇടിച്ചു വീണില്ല. കാലിന് നല്ല പരിക്ക് പറ്റി. ആ വേദന ഒരു വശത്ത്. ഇത് വെച്ചുകൊണ്ടാണ് ഈ വർക്കെല്ലാം ചെയ്തത്. അപ്പം എനിക്ക് നല്ല പ്രയാസം നടക്കുന്നതിനും വന്നിരുന്നു കുറച്ച് നാളത്തേക്ക്, ട്രീറ്റ്മെൻറ്റ് സമയത്ത് എടുക്കാത്തതുകൊണ്ട്.
അതും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എന്നെ അങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി നൈസായിട്ട് എന്നെ സൈഡ് ലൈൻ ചെയ്ത് പോവുകയാണെന്നുള്ളത്. സത്യം അതാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ സത്യം പറയും. എനിക്കും മനസ്സിലായി തുടങ്ങിയത് കുറച്ചങ്ങോട്ടായപ്പോഴാണ്. അപ്പോൾ അതിങ്ങനെ മനസ്സിലുള്ളപ്പോൾ എല്ലാ കമ്മിറ്റിക്കും ചെല്ലാൻ പറഞ്ഞു. എന്നിട്ടും ഞാൻ അന്നത്തെ ആ പാർട്ടി സമ്മേളനമൊക്കെ ഗംഭീരമാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. എല്ലാവർക്കും ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. ഇത്രയും സ്ത്രീകളെയൊക്കെ പങ്കെടുപ്പിച്ച് പ്രചരണം നടത്തി. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഇവിടെ വെച്ചായിരുന്നു. ഞാൻ MLA അല്ലാതായപ്പോൾ അന്നാണ് എന്നെ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്നത്. അപ്പോൾ എടുത്തപ്പോഴും ഞാൻ പാർട്ടിയുടെ വർക്കൊക്കെ ചെയ്തു. കുറച്ച് കഷ്ടപ്പാടായി, കാലിനൊരു വേദനയുണ്ട്, അന്ന് പറ്റിയ പരിക്കാണെങ്കിലും അത് കുറേ നാൾ പ്ലാസ്റ്റർ ഇട്ടൊക്കെ കിടക്കേണ്ടി വന്നായിരുന്നു. അതും കഴിഞ്ഞിട്ട് അത് കുറേ ബെറ്ററായി, ഞാൻ ഒരുമാതിരി നടക്കുമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴും പിന്നെ കുറേശ്ശെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോഴും പബ്ലിക് സ്പേസിൽ ഇതെല്ലാം വരുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പാർട്ടി സംഘടന മാത്രം. ഞാൻ എല്ലായിടത്തും റിപ്പോർട്ടിങ്ങിന് പോകുമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ പരിപാടിക്കും, മഹിളാ അസോസിയേഷൻ്റെ, ലോയേഴ്സ് യൂണിയൻ്റെ എല്ലാ പരിപാടിക്കും, ലോയേഴ്സ് യൂണിയൻ്റെ ജില്ലാ സംസ്ഥാന സമ്മേളനം വരെ ഞങ്ങൾ കൊല്ലത്ത് വെച്ച് നടത്തി. അതിലെല്ലാം ഞാൻ ഗംഭീരമായിട്ട് എല്ലായിടത്തും ഇറങ്ങി പ്രവർത്തിച്ചു. ഇതൊക്കെ ആവുമ്പോഴും നമ്മളെ വല്ലാത്തൊരു ഫീല് വരുന്നത് ഈ കാര്യം കൊണ്ടാണ്. ഞാനൊരു ജനപ്രതിനിധി ആയിരുന്നു എന്നുള്ള സ്പേസ് എനിക്ക് തരണ്ട എന്നൊരു ഹിഡൻ തീരുമാനം എവിടുന്നോ വന്നു. അതെ, അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞ് എന്നെ പാർട്ടി കമ്മിറ്റിയിൽ നിന്നെല്ലാം ഒഴിവാക്കിയേക്കാൻ. ആരാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവരെ എടുത്തോളാൻ നേതാക്കളോടും മന്ത്രിയോടും ഉൾപ്പെടെ പറഞ്ഞു. അതാരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പക്ഷേ പുറത്ത് പറഞ്ഞില്ല, കാരണം പാർട്ടിക്കാരും പുറത്തേക്ക് പറയണ്ടല്ലോ. ഇപ്പോൾ എന്നോട് വർഗ്ഗവഞ്ചകി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സത്യങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറയാം. കറക്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാവുന്ന. 3 തവണ MLA ആയിരുന്നു, കൊട്ടാരക്കരയ്ക്ക് പ്രിയപ്പെട്ട ഒരു നേതാവാണ്. അതുപോലെ ഇപ്പോൾ BJP-യിലേക്ക് പോയ രശ്മിയോട് ഒരിക്കൽ ഐഷ പൊറ്റിക്കെതിരെ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ഐഷ പൊറ്റിക്കെതിരെ മത്സരിക്കാൻ എനിക്ക് ഭയമാണ് എന്നാണ്. അപ്പോൾ പല രാഷ്ട്രീയക്കാർക്കും ഭയമുള്ള ഒരു സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു നേതാവിനെ എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ തഴയാൻ ശ്രമിച്ചത്? ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കേ അറിയുള്ളൂ എന്തുകൊണ്ടാണ്. ഒരു പക്ഷേ ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചാൽ ഞാൻ ഇനിയും വളരുമോ അല്ലെങ്കിൽ ജനസ്വാധീനം കൂടുമോ എന്നുള്ളതാണോ ഭയന്നറിഞ്ഞുകൂടാ. എന്നെ എന്തായാലും ഇനി പൊതുമണ്ഡലത്തിലേക്ക് വേണ്ടാന്നായി കാണും. അങ്ങനെ ചിന്തിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. അവർക്കേ അറിയുള്ളത് എന്താണ്. നമ്മളാകെപ്പാടെ ചെയ്തെന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഓരോ സ്ഥലത്തും ആദ്യത്തെ 5 വർഷം തന്നെ ചെയ്ത കാര്യങ്ങൾ നോക്കി അറിയാം. രണ്ടാമത്തെ ടേണിൽ UDF ഗവൺമെൻറ് വന്നപ്പോൾ ചെയ്തത് കണ്ടാലും അറിയാം. അതിന് കാണാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാണിച്ചു കൊടുത്തോണ്ടാണ്. നമ്മൾ വാക്കിലൂടെയും പ്രചരണം ഇല്ലായിരുന്നു എനിക്ക്. പക്ഷേ PR വർക്കൊന്നും ഇല്ലായിരുന്നു. ഈ പത്രവങ്ങളിൽ വരുന്ന വാർത്തയും പിന്നെ നാട്ടുകാർ പറയുന്നതും അല്ലാതെ ഞാനിങ്ങനെ ഒരുപാട് മീഡിയ വർക്കൊന്നും ചെയ്തല്ല പോയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ പബ്ലിസിറ്റി. പക്ഷെ ജനങ്ങൾക്കറിയാമായിരുന്നു എല്ലാ സ്ഥലത്തും. ഈ നാടിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തുമായിരുന്നു. ആ സ്നേഹം എനിക്ക് തന്നിരുന്നു ജനങ്ങൾ. ഞാൻ അവരോടും സ്നേഹം കൊടുത്തിരുന്നു. ഇപ്പോഴും എനിക്ക് ജനങ്ങളോട് അങ്ങേയറ്റ സ്നേഹമാണ്. താഴെ തട്ടിലുള്ള സഖാക്കളോട് സ്നേഹമാണ്. അവരൊക്കെ പാവമാണ്, നല്ല മനുഷ്യരാണ്, നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ കുറച്ച് ലീഡർഷിപ്പ് വരുന്നവരാണ് ഞാൻ ഇനി അങ്ങനെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പം എന്നെ വേണ്ടാത്തടത്ത് എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പോയത്. എല്ലാവരും അങ്ങനെ തീരുമാനിക്കണം എന്നാണ് എൻ്റെ പക്ഷം. ആരും അടിമകളല്ല. ഒരാളുടെ സ്പേസ് ആരെങ്കിലും ഇടിച്ചതാക്കാൻ തുടങ്ങി അപ്പം അവരെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിയിൽ കൂടെ പോകണം. നമ്മൾ നാടിന് വേണ്ടിയല്ല ഇരിക്കുന്നത്, നാട്ടിലെ ജനങ്ങളല്ലേ വലുത്. അവരാണ് നമ്മളെ ഇതാക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് തന്നെയാണ് ചെയ്തത്. സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എത്ര സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത് ഞാൻ കുറേ വർഷം പ്രാക്ടീസ് ചെയ്ത ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. 2000 വരെയുള്ള 15 വർഷം ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു ഡീവിയേഷൻ വന്നത്. അപ്പോൾ അതിലെ എക്സ്പീരിയൻസും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എത്ര സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നല്ലപോലെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഏത് ചെറുതും വലുതുമായ പരിപാടി വിളിച്ചാലും ഞാൻ അവരുടെ അടുത്ത് എത്തുമായിരുന്നു ഓടി. അതാണ് ഈ ജനങ്ങൾക്ക് ഇത്രയും സ്നേഹം വന്ന. ആ സ്നേഹം ഇനി വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. അതെ. അപ്പോൾ 3 തവണ MLA ആയതിനു ശേഷം KN ബാലഗോപാലിന് വേണ്ടിയായിരുന്നു കൊട്ടാരക്കരയിൽ പ്രചാരണ പരിപാടികൾക്കെല്ലാം തന്നെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആരോഗ്യം പോലും മാറ്റിവെച്ചതിനെല്ലാം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ ഐഷ പൊറ്റി മത്സരിക്കുമോ? അത് പാർട്ടി തീരുമാനിച്ചാൽ എന്താന്ന് വെച്ചാൽ അപ്പം. അതെ. അപ്പം മത്സരിക്കുകയാണെങ്കിൽ KN ബാലഗോപാലിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും ജനങ്ങൾ സ്നേഹിക്കും, ഉറപ്പാണ്. ജനങ്ങളിലാണ് എനിക്ക് വിശ്വാസം.
ജനങ്ങൾ എന്നെ ജയിപ്പിക്കും. അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ ഉറപ്പായിട്ടും ജനം എന്നെ ജയിപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. ഞാൻ അങ്ങനെയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ളത്. ഏത് വിഷമത്തിലും ഏത് സന്തോഷത്തിലും ഏത് പ്രയാസത്തിലും ഒക്കെ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. കോവിഡൊക്കെ വന്നപ്പോഴൊക്കെ അത് ജനങ്ങൾ അനുഭവിച്ചത്. പ്രളയം വന്നപ്പോൾ എന്ത് പ്രയാസങ്ങൾ വന്നാലും പറ്റുന്നിടത്തല്ല നമ്മളതല്ലേ ഏറ്റെടുത്തത്. അതെ, ആ ജോലി 100% ചെയ്തിട്ടുള്ളതുകൊണ്ട് ജനങ്ങളെ എനിക്ക് വിശ്വാസമാണ്. ഈ വർഗവഞ്ചക എന്നും അവസരവാദി എന്നും ഒക്കെ വിളിച്ച മുതിർന്ന നേതാക്കളുണ്ട്, മറ്റ് പാർട്ടിയിലെ വ്യക്തികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു താഴെത്തട്ടിലുള്ള സഖാക്കൾ ഇപ്പോഴും ഒപ്പമുണ്ട്. ഐഷ പോറ്റി ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ അവർ ചിന്തിക്കുമായിരിക്കുന്നത്. കാരണം ഞാൻ ഒരാളോടും വഞ്ചന കാണിച്ചില്ല, എന്നോടാണ് വഞ്ചന കാണിച്ചത്. നൈസായിട്ടങ്ങ് ഒഴിവാക്കി മാറ്റുന്നത് ഒരു ക്രൂരതയല്ലേ വാസ്തവത്തിൽ ഒരാളോട്, അത് പ്രത്യേകിച്ചൊരു സ്ത്രീയോട്. അതിന് ശേഷം വന്ന സോഷ്യൽ മീഡിയ അറ്റാക്ക്, സ്ത്രീ സംരക്ഷണം എന്ന് വാചകടിച്ചുകൊണ്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ UDF ഇരുന്ന എത്ര പേര് എന്നെക്കാൾ കൂടുതൽ വലിയ പദവി വഹിച്ചവർ അപ്പുറത്ത് പോയി. KV തോമസ് അദ്ദേഹത്തിനെ പോലെയുള്ളവർ, പിന്നെ ശോഭന ജോർജ്, പിന്നെ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു, മുൻ MLA ആയിരുന്നു, UDF വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കിയ ആൾ വന്നു. അങ്ങനെ കുറേ ആൾക്കാർ. ഇപ്പോൾ സരിൻ ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറി എന്നെ മാത്രം പറയുക, ഒരു സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന. എന്തിനാണ് ഈ വാദം അടിക്കുന്നത്? സ്ത്രീകൾ പവർഫുൾ ആവണമെന്നേ ഞാൻ പറയുള്ളൂ. തൻ്റെ ഇടത്തോടെ ഇരിക്കണം. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണം. ഇങ്ങനെ നൈസായിട്ട് ആരും ഒഴിവാക്കാൻ തുടങ്ങിയാലും നമ്മൾ നന്നായി വർക്ക് ചെയ്ത് പൊതുമണ്ഡലത്തിലേക്ക് എത്തണം. അതുതന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരാൾ നിൽക്കരുത്, പേടിച്ച് നിൽക്കരുതെന്നുള്ളതാണ്. അതാണ് എനിക്ക് വന്ന ഒരു അനുഭവം. അത് തന്നെയാണ്. ഇനി തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തേക്ക് വരുമ്പോൾ ആ ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി അപ്പുറത്തേക്ക് പോയി, BJPയിലേക്ക്. അതെ അതെ, ഇവരാരും ഒന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. അതേപോലെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതായും കാണുന്നില്ല. അതൊക്കെ പാർട്ടി ലീഡർഷിപ്പ് അറിഞ്ഞുകൊണ്ടല്ലേ. ആ പാർട്ടിയിലെ ലീഡർഷിപ്പ് ഇത് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? മനുഷ്യ സ്നേഹം ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീയോട് പരിഗണന ഉണ്ടെങ്കിൽ, വാചകത്തിലൂടെ അല്ലാതെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മോശപ്പെട്ട കമൻസ് സഖാക്കൾ ഇട്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാതെ കവർ ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രൊഫൈലുകൾ. എന്തിനിങ്ങനെ നീചമായ കാര്യങ്ങൾ ചെയ്യുന്നു? അതുകൊണ്ട് എനിക്ക് പ്ലസ്സേ ഉള്ളൂ. ഇവരെത്ര മോശം പറഞ്ഞാലും ജനം ഇത് കാണുമെന്നുള്ള എനിക്ക് നല്ല നിശ്ചയം. അങ്ങനെ സുതാര്യമായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അതെ. അപ്പോൾ ഞങ്ങളുടെ ഏഷ്യൻ ഫെസ്റ്റിൽ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ എടുത്തതിൽ മാഡത്തിനോട് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ചോദിക്കുന്നുണ്ട്, ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ 2 മാസത്തെ കാലയളവിൽ പെട്ടെന്നുണ്ടായ തീരുമാനമാണോ, അതോ കുറേ നാളുകളായി ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നോ? അങ്ങനെ ആലോചിച്ചെടുത്തെന്ന് പറയാൻ പറ്റത്തേയില്ല. കാരണം പെട്ടെന്നാണ് ഒരു ഡിസിഷൻ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് ഒരു 1.5 വർഷമായിട്ട് തന്നെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടിയിൽ നിന്ന് ഒഴിവായി, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് മാത്രമല്ല, പ്രമുഖമായ പല പാർട്ടി, അന്നേ ഞാൻ പറഞ്ഞു അത്, ചെറുതും വലുതുമായ പല പാർട്ടിക്കാരും ഇങ്ങനെ വെറുതെ പോകരുത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതാണ്, പൊതുമണ്ഡലത്തിലിരുന്ന ആളാണ്, പൊതുസമൂഹത്തിലേക്ക് വരണം. എന്തിനാ? ഞാൻ വക്കീലാഫീസിലേക്ക് പോകുമ്പോൾ എത്ര സ്ത്രീകളാണ് എന്നോട് പറയാറെന്നറിയോ, സാറ് പഴയ പോലെ വരണേന്ന്. എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, വക്കീലാഫീസിൽ വരുമ്പോൾ അതിലേ പോകുന്നവർ പറയാറുണ്ട്, അയ്യോ ഇവിടെ വീണ്ടും വന്നോ, വീണ്ടും പഴയ പോലെ വരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്കെൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ആ പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ് ഇത് ജനം കാണുമെന്ന്. ഞാൻ ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ആരുടെയും കൊടി നോക്കിയോ, പാവമാണോ പണക്കാരനാണോ എന്നൊന്നും നോക്കിയിട്ടില്ല. ഇരുന്ന അത്രയും കാലം എന്താണ് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തു കൊടുക്കും. പറ്റുന്നതല്ല, അല്ലെങ്കിൽ ചെയ്ത് എവിടെന്നെങ്കിലും സഹായിച്ച് ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചത്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഭിന്നതകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾ ഉണ്ടായി എന്ന് തോന്നിയപ്പോൾ ഇടതുപക്ഷത്തിലെ തന്നെ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന അല്ലെങ്കിൽ KN ബാലഗോപാൽ സാർ, ഇവരാരും സംസാരിക്കാൻ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ തയ്യാറായി വന്നിട്ടില്ലേ? ഈ ബാലഗോപാൽ സാഹു ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നു. ഞാൻ ഈ കോൺഗ്രസ്സിലേക്ക് ചേരുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നു. പക്ഷെ അതെന്താണെന്ന് വെളിപ്പെടുത്താൻ എനിക്കിഷ്ടമില്ല. കാരണം ഞാൻ കുറച്ച് മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളെ അങ്ങനെ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ടൊരു പോകരുതെന്ന് പറയേണ്ട ഒരു മോശത്തരം എനിക്കത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അഫക്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാനൊരു തീരുമാനം എടുക്കാമെന്ന്
വിചാരിച്ചത്. ഇത്രയും താമസം എന്ന് പറഞ്ഞാൽ അത്രയും നാളും ഞാൻ എങ്ങും മടിച്ചിട്ട് ഇത്രയും നാളൊരു പാർട്ടിയിൽ ഇരുന്നതല്ലേ, പിന്നെ എങ്ങനെ മാറും, ആര് പറഞ്ഞാലും എന്നൊക്കെ ഉള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, പത്രങ്ങളിലൊക്കെ കുറേ വാർത്ത വരുന്നുണ്ട്, അവർക്കൊക്കെ പല ഇഷ്ടങ്ങളും കാണും. അപ്പം ഞാൻ പറഞ്ഞു വാർത്തയുള്ളൂ, അത് ഇതിനൊക്കെ കുറേ മുമ്പ് വന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിലൊന്നും ഞാനങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഞാനങ്ങനെ ഒരു വലിയ പാർട്ടിക്കാരി അല്ലായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഇങ്ങനെ അച്ഛനും ചിറ്റപ്പന്മാരും ഒക്കെ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹത്തോടും പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പറയുന്നതുകൊണ്ട് ഒരു വിശേഷവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 തവണ MLA ആയതൊരു വലിയ അപരാധം ചെയ്ത പോലെയാണ് പലരും ചില നേതാക്കൾ എന്നോട് പറയുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ വെളിപ്പെടുത്തണമെന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും ബാലഗോപാൽ എന്നേ ഞാൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരു വാല്യൂ ഇല്ല. കാരണം എന്താണെന്ന് അദ്ദേഹം അന്നേരവും പറയത്തില്ല. വലിയ അംഗീകാരമല്ലേ തരുന്നത്, പാർട്ടിയിലൊക്കെ അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാചകത്തിൽ കൂടെ അംഗീകാരം വരത്തില്ലല്ലോ. ഇതുപോലൊരു നോട്ടീസിൽ പേര് വയ്ക്കാതിരിക്കുക, ചെല്ലണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പേസും നമുക്കില്ല, നമ്മൾ വലിയേറി അങ്ങോട്ട് ചെല്ലുക, നോട്ടീസിൽ പേര് കാണത്തില്ല, ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ചുമ്മാതെ നമ്മളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ എത്രയും നാളിരുന്ന് അവർക്കൊരു വാല്യൂ കൽപ്പിക്കാനായിട്ട് മനുഷ്യത്വമുള്ളവരെ തീരുമാനിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല തൻ്റെ ഇടത്തോടെ ഭരണഘടന തന്നിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എവിടെ ഇരിക്കണമെന്ന് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഏതു പാർട്ടിയിൽ പ്രവർത്തിക്കാനും നമുക്ക് അവകാശമുണ്ട്. അതിനെ ഒന്നും ആരും ടാർഗറ്റ് ചെയ്യേണ്ടതില്ല. ആർക്കുമാണേലും അവനവൻ്റെ അത് തന്നില്ലേ ഇത് തന്നില്ലേ 3 തവണ MLA ആക്കിയില്ലേ എന്നെല്ലാ ഇത് സോഷ്യൽ മീഡിയ വഴിയും ചോദിച്ചാലേ തന്നതുകൊണ്ട് ആരും ജയിക്കില്ല. എനിക്ക് മുമ്പിരുന്നവരാരും ഞാനും കൂടെ പ്രവർത്തിച്ചിട്ടും ജയിച്ചില്ല. അത് എൻ്റെ ക്രെഡിറ്റാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു തവണ ജയിച്ചാൽ നല്ല പോലെ വർക്ക് ചെയ്യാതെ പിന്നെ ഒരാളെ ജയിപ്പിക്കത്തില്ല ജനം. തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയധികം കാര്യങ്ങൾ, കോർട്ട് കോംപ്ലക്സ്, സിവിൽ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ ഇല്ലായിരുന്നു ഇവിടെ. റൂറൽ SP ഓഫീസ് ഉൾപ്പെടെ കേരളത്തിൽ അനുവദിച്ച 2 എണ്ണത്തിൽ 1 ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഞാൻ. അന്നത്തെ കാലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, KSRTCയുടെ സ്കൂൾ കെട്ടിടങ്ങൾ ചെറിയ കാര്യമല്ല, അത്രത്തോളം കാര്യങ്ങൾ 2 പോലീസ് സ്റ്റേഷനാക്കിയും 11.5 വില്ലേജിൻ്റെ വിസ്തൃതിയുള്ള പോലീസ് സ്റ്റേഷൻ കൊട്ടാരക്കര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിഭജിക്കാൻ ഞാനും നല്ല മുൻകൈ എടുത്തു. വാളകത്തൊരു 8 പോസ്റ്റ്, ഇതെല്ലാം ഫസ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് പറഞ്ഞാൽ തീരത്തില്ല. അത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. ഫസ്റ്റ് ട്രെയിനിങ് ഞാൻ വേറൊന്ന് പറയാം മോളെ, ആദ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എന്നെ അധികം ആരും അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ കുറേ കക്ഷികളുണ്ട്, അവർക്കറിയാം. അന്ന് കഷ്ടിച്ച് 102 വോട്ടിനാണ് ഡിവിഷനിൽ ജയിച്ചത്. അപ്പോൾ അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി സമ്മതിച്ചു. അത് എനിക്ക് ഏതാണ്ട് ഗുണമുണ്ടായിട്ടാണ്, എനിക്ക് വ്യക്തിപരമായിട്ടല്ലല്ലോ. ആ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞത്. കഷ്ടപ്പെട്ട് കുടിവെള്ള പദ്ധതി, കുരിയോട്ടുമല ഫാം അടച്ചുപൂട്ടാൻ തുടങ്ങിയത് തുറന്ന് റെഡിയാക്കി ട്രെയിനിങ് സെൻറ്റർ വരെ ആക്കി ആ 2.5 വർഷം കൊണ്ട്. കമ്പാങ്കുളം ട്രെയിനിങ് സെൻറ്റർ, അവിടുത്തെ IT ഇന്ത്യയിൽ ആദ്യമായിട്ട് സാക്ഷരതാ ഭവൻ ഉൾപ്പെടെ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നു, അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. VS പ്രതിപക്ഷ നേതാവായിരുന്നു, ജില്ലാ പഞ്ചായത്തായിരുന്ന കുറച്ച് സമയം കൊണ്ട്. അപ്പോൾ എന്നോട് പാർട്ടി പറഞ്ഞു ഒന്നുകൂടി നിൽക്കാൻ, ജനറൽ ഡിവിഷൻ വന്നപ്പോൾ. അന്ന് 9625 വോട്ടിന് വലിയ പ്രചരണം ഇല്ലാതെ ജനങ്ങൾ ജയിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അവസരം തന്നുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കഠിനമായി ജോലി ചെയ്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായോണ്ടല്ലേ. അപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പം അസംബ്ലിയിലേക്ക് ബാലകൃഷ്ണപിള്ള സാറിനോട് മത്സരിക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് മത്സരം 12087 വോട്ടിന് അന്ന് ജയിച്ചു. മണ്ഡലത്തിലൊക്കെ പോകുമ്പോൾ ജില്ല മുഴുവൻ ഓടിയ ആളാണ് ഞാൻ. തന്ന സമയം വർക്ക് ചെയ്തു, കഠിനമായി ജോലി ചെയ്തു, പാർട്ടി വളർന്നു. അതിനൊരു വാല്യൂ കൽപ്പിച്ചില്ല. ആയിഷ പോറ്റിക്ക് വേണ്ടി പാർട്ടിക്കാർ കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും നടന്നിട്ട് നെഞ്ചത്ത് ചവിട്ടിപ്പോയി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണോ ചെയ്തത്? അവർക്ക് വേണ്ടി ഞാൻ രാപകലില്ലാതെ വിശ്രമമില്ലാതെ ഓരോ ടേണിലുമുള്ള മത്സരങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി ആയിട്ട് എന്നെ സഹായിച്ചെങ്കിൽ അതിൻ്റെ 15 ഇരട്ടി അല്ല 100 ഇരട്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ചുരുങ്ങിയ സമയം കൊണ്ട്. അതെ, അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ഇവിടെ പഞ്ചായത്തുകൾ പോലും ഇല്ല, എല്ലാം UDF ആണ്. UDFൻ്റെ കോട്ടയായിരുന്നു ഇത്. അതിപ്പോൾ മാറി LDFൻ്റെ കോട്ടയായി മാറിയതിനകത്ത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾക്കറിയാൻ നല്ലൊരു പങ്കുണ്ടെന്ന്. അതൊന്നും വാല്യൂ ചെയ്തില്ല എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് അവരുടെ കണ്ണ് തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, നല്ല ഭാഷ ഉപയോഗിക്കാൻ പഠിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇപ്പോൾ അവസാന നിമിഷം പോലും ഒഴിവാക്കാമായിരുന്ന ഒരു കൊഴിഞ്ഞുപോക്കായിരുന്നു ഇത്. ഇപ്പോൾ അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ KL ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന ഒരു നേതാവിനെ പോകരുത് എന്ന് പറഞ്ഞു നിർത്താനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ അവർ കാണിക്കണമായിരുന്നു. അതെല്ലാം അവർ ചിന്തിക്കേണ്ടതല്ലേ.
തന്നെയല്ല ഇപ്പം നല്ല സ്വാതന്ത്ര്യമുണ്ട്, കുറേ കൂടി നല്ല ഫ്രീഡം ഉണ്ട്. കാരണം എനിക്ക് വേറൊന്നും പ്രത്യേകിച്ച് സാധിക്കാനില്ലല്ലോ, നമുക്ക് നാടിന് വേണ്ടി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായി പ്രവർത്തിക്കാനുള്ള എല്ലാ സ്പേസും അവർ തരുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യമൊക്കെ പിന്നീടുള്ളത്. എന്തായാലും ഞാൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്യും, അത് ഉറപ്പാണ്.